നിങ്ങളൊരു സാധാരണക്കാരനാണോ? ചെറിയ പ്ലോട്ടിൽ എങ്ങനെ വീട് വെക്കാമെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ 3 സെന്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീട് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നവരാണ്. ഈ പ്ലോട്ടിൽ ഇവിടുന്ന് ഇങ്ങനെയാണ് റോഡ് പോകുന്നത്. ഇത് റോഡ് വന്ന് ഇവിടെ എൻഡ് ആകുകയാണ്. ഇത് ഒരു 3 സെന്റ് പ്ലോട്ട് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് സെറ്റ് ബാക്ക് മിനിമം 2 മീറ്ററും സൈഡ് സെറ്റ് ബാക്കുകൾ മിനിമം 60 സെന്റിമീറ്ററും ബാക്ക് സെറ്റ് ബാക്ക് നമുക്ക് 1 മീറ്റർ മതി. നിലവിൽ ഒരു എക്സിസ്റ്റിംഗ് വെല്ലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു പോർച്ച് നമ്മൾ ഇവിടെ തന്നെ ഇൻക്ലൂഡ് ആക്കി. അത് കഴിഞ്ഞ ശേഷം അതിലൂടെ തന്നെ ഒരു സിറ്റ് ഔട്ട് നമ്മൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ നിന്നൊരു ലിവിങ്ങിലേക്കാണ് കയറുന്നത്. ലിവിങ് 3 മീറ്ററും 2.70 അതിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ നിന്ന് ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ്ങിൽ ഒരു 4 സീറ്റർ ഡൈനിങ് ടേബിളും ഒരു വാഷ് കൗണ്ടറുമാണ് അവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൽ പ്രോപ്പറായിട്ട് നമ്മളൊരു വായു സഞ്ചാരം വരുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ വിൻഡോസും ഡോർസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഹാളിൽ നിന്ന് ഒരു അപ്സ്റ്റെയർ കയറാൻ വേണ്ടി ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഒരു അപ്സ്റ്റെയർ കയറുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ നമുക്ക് ഹാളിൽ നിന്ന് തന്നെ ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിൽ ഒരു ബെഡ്റൂം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 300x300 ആണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു 195-130 ഒരു ടോയ്ലറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കയറുമ്പോൾ തന്നെ ഒരു കോർണർ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു WC ഉണ്ട്. പിന്നെ ഒരു ഷവർ ഏരിയ കാണിച്ചിട്ടുണ്ട്. പിന്നെ നേരെ നമ്മൾ ഹാളിൽ നിന്നും നമുക്ക് ഫുഡ് കിച്ചണിൽ കുക്ക് ചെയ്യാനും ഉള്ള കറക്റ്റ് ഒരു വർക്കിംഗ് ട്രയാങ്കിൾ നമ്മളിവിടെ നോക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് കുക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നേരെ അത് സെർവ് ചെയ്യാൻ ഈസി ആയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ കിച്ചണിന് പാരലായിട്ടാണ് നമ്മൾ ഡൈനിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോ 150 ആണ്. 150 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് ഭാവിയിൽ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ എസ്തെറ്റിക്സ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 150x50 ഹൈറ്റ് ആണ് നമ്മളിവിടെ വിൻഡോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു വെർട്ടിക്കൽ ജാളിയാണ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോർമലി ഉള്ള വിൻഡോ വെന്റിലേഷനും ഇവിടെ ഒരു W3 അതായത് 150 വിൻഡോ ആണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഇവിടെയും അതുപോലെ ഫ്രണ്ടിലും ഒരു 150x150 180 വിൻഡോ ആണ് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 150x150 ഒരു വിൻഡോയും ഇവിടെയും 150x150 ഇവിടെ വരുമ്പോൾ W2 അതായത് 100x150 വിൻഡോ ആണ് ഉദ്ദേശിച്ചത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 200x150 ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വിൻഡോയുടെ പ്ലേസിംഗ് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെയർ നമ്മൾ താഴ്ന്ന ക്ലോക്ക് വൈസ് കയറി വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കയറി വന്ന് നമ്മളിവിടെ ഒരു ലിവിങ് അതായത് ഒരുപാട് ഏരിയ ബഡ്ജറ്റ് കൂടെ നമ്മൾ കൺസേൺ ചെയ്തുകൊണ്ട് നമ്മളൊരു അപ്സ്റ്റെയറിൽ ഒരു ലിവിങ് ഏരിയ ഒഴിവാക്കിക്കൊണ്ട് നേരെ നമ്മൾ താഴ്ന്ന് കയറി വന്ന് നേരെ ഒരു ബെഡ്റൂമും ആ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ബാത്റൂമും ബെഡ്റൂമും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിന് അതേ സൈസ് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുടെ ഈ ചാനലിൽ ഇനി വരുന്നതായിരിക്കും. അപ്പം നമ്മളുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.